പ്രൈസ് ദ ലോർഡ്. ആയുസ്സിൽ ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തന്നതിന് കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ജീവനും ആരോഗ്യവും ബലവും തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പൊൻപുലരിയിൽ ദൈവവചന ധ്യാന ചിന്തയ്ക്കായി നമുക്കൊരു വേദശകലം വായിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ജോൺ ചാപ്റ്റർ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ്, ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കേൾക്കുമ്പോൾ വചനത്തിനകത്ത് അതിൻ്റെ ഒരന്തസത്ത മനസ്സിലാക്കി ഇന്ന് ചിലത് കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് അത് ഉറപ്പിക്കുന്ന വചനം നിങ്ങളോട് ദൈവം ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്യത്തിലേക്ക് കിടക്കാം. യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ബാക്കിയെല്ലാം സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറഞ്ഞ സമാവീക്ഷണ സുവിശേഷം എന്നറിയപ്പെടുമ്പോൾ അതിനകത്ത് അത്ഭുതങ്ങൾ ഒക്കെ കാണുമ്പം ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് അത്ഭുതങ്ങളില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, അത്ഭുതങ്ങൾ എന്നൊരു വാക്കത്തിനകത്തില്ല. നമ്മൾ കാണുന്നത് അടയാളം എന്ന വാക്കാ. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് അവൻ ചെയ്ത് തന്നെ മഹത്വം വെളിപ്പെടുത്തി. പിന്നെ ഇതിനകത്തെ പ്രസക്തമായ കാര്യം മഹത്വമാണ്. കാരണം ഇതിനകത്ത് വ്യത്യസ്തമായി നോസ്റ്റിക് ചിന്താഗതിയിൽ പാരമ്യത്യം എത്തി നിൽക്കുന്ന ഗ്രീക്ക് ആളുകൾക്ക് വേണ്ടി അതേ അന്നത്തെ ചിന്താധീതയിൽ ഏറ്റവും ഉത്തമ പാരമ്യത്യത്തിൽ നിൽക്കുന്ന സോക്രട്ടീസ്, അരിസ്റ്റോ, പ്ലേറ്റോ തുടങ്ങിയ ശിഷ്യത്വത്തിൽ പെടുന്ന ആ ഗ്രീക്ക് തത്വചിന്തയെ ഭേദിക്കുന്ന തരത്തിലാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ തുടങ്ങുന്നത്. ലോഗോസ് എന്ന് പറയുന്ന വചനം. അപ്പോൾ തന്നെ താഴോട്ട് വരുമ്പോൾ ആ ലോഗോസ്, ആ വചനം ജഡമായി വെളിപ്പെട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അതാ 1:12-13-14 വാക്യത്തിൽ പറയുന്നത്. അവ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിനെ പ്രൂവ് ചെയ്ത് തെളിയിച്ചു കൊണ്ടുവന്നിട്ട് കർത്താവിൻ്റെ അടയാളങ്ങൾ, അത് ആ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് അതിനുശേഷം അടുത്ത 2-ാമത്തെ അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ, 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദീമോസുമായിട്ട് സംസാരത്തിന് സ്നാനത്തിൻ്റെ ആവശ്യം അത് പ്രൂവ് ചെയ്ത് 4-ാം അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നു. 5-ാം അധ്യായത്തിൽ കുളക്കരയിൽ കിടക്കുന്ന സ്ത്രീയെ സൗഖ്യമാക്കുന്നു. 6, 7, 8 അധ്യായങ്ങളിൽ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ നയീനിലെ വിധവയെ സൗഖ്യമാക്കുന്ന, 6-ാമത്തെ അധ്യായം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന, 8, 9, 10 അധ്യായങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഓരോ 10-ാമത്തെ അധ്യായം ഞാൻ തന്നെ ആടുകളുടെ വാതിൽ, നല്ല ഇടയനായ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു. തുടർച്ചയായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് 11-ാമത്തെ അധ്യായം എത്തുമ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തി അടുത്തൊരു സംഭവം പറയുന്നു, ലാസന്റെ കല്ലറ. 12-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ബെഥാനിയിലെ പാർക്കുന്ന പട്ടണത്തിന്റെ കാര്യം പറഞ്ഞ 13, 14, 15, 16 അധ്യായങ്ങൾ എത്തുമ്പോഴത്തേക്കും അവിടെ ആ വെങ്കൽ ഭരണി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഉപദേശം പറയുക. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, യേശു കർത്താവ് പോകുന്ന കാര്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ വരുന്നതിനെ കുറിച്ച്, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയുന്ന വാക്കാണ് 14:1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. പിന്നെ പറയുന്നത്, എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇപ്പം എന്ന് പറഞ്ഞ യേശു കർത്താവ് പോയി കഴിയുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന, എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരുന്നിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങത്തില്ലേ? നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങത്തില്ലേ? കലങ്ങിപ്പോകും അല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, നമുക്ക് നഷ്ടബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങും. ഹൃദയം കലങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷേ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വചനത്തിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. കലങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ കലങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം, സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. എന്നും ഇങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇരിക്കുന്നത്. കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. കലക്കം മാത്രമായിട്ട് ഇരിക്കരുത്. ഹൃദയം കലങ്ങുന്നിടത്ത് നിനക്കൊരു പ്രത്യാശയുണ്ട്.
അതുകൊണ്ടാണ് യേശു കർത്താവ് എന്നിൽ വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങുമ്പം അതിനകത്തൊരു പ്രതീക്ഷ, ഒരു ഹോപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3 പ്രാവശ്യം എഴുതി, എക്സാം തോറ്റുപോയി. എക്സാം തോറ്റുപോയിട്ട് കുഞ്ഞു വന്നു, ചാൻസ് തീർന്നുപോയി, എല്ലാ സാധ്യതയും തീർന്നു. 3 ചാൻസേ ഉള്ള, 3 ചാൻസ് തീർന്നു. എക്സാം എഴുതി തോറ്റുപോയി. ഇനി അവൻ എഴുതാൻ പറ്റത്തില്ല, പ്രായവും കവിഞ്ഞുപോയി. 35 വയസ്സ് വരെ ഉള്ളൂ. ഈ PSC എക്സാം ഒക്കെ അങ്ങനെയാ, 35 വയസ്സ് വരെ ഉള്ളൂ, കഴിഞ്ഞുപോയി, സാധ്യത പോയി, എല്ലാം അവസാനിച്ച് എല്ലാം തീർന്നു എന്ന് പറയുമ്പം ഗവൺമെന്റിന്റെ പെട്ടെന്നൊരു ഓർഡർ വരികയാ, നിങ്ങൾക്ക് വേണ്ടി 1 വർഷം കൂടെ നീട്ടി, ഇപ്പൊ എഴുതിയവർക്ക് ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ വരും, അല്ലെ? ഒരു പ്രതീക്ഷ വരും. എനിക്കൊന്നുകൂടെ എഴുതാമല്ലോ എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ വരും. ഒരാള് അത് സംഭവിച്ച കാര്യം, പണ്ട് VP സിംഗ് എന്ന് പറയുന്ന സർക്കാരിന്റെ ആ പ്രധാനമന്ത്രിയായ സമയത്ത് ഒരു സർക്കാരിന്റെ കാലത്ത് 5 ലക്ഷം രൂപ ഒരാൾ പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 5 ലക്ഷം രൂപ അടയ്ക്കാൻ നിവൃത്തിയില്ല. ഒരു കർഷകന് അടയ്ക്കാൻ നിവൃത്തിയില്ല. അന്നത്തെ കാലത്ത് ഈ കാർഷിക വിളയ്ക്കൊക്കെ വില കുറവാ, അടയ്ക്കാൻ നിവൃത്തിയില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ജപ്തി നോട്ടീസ് വന്നു, വീടിൽ ഒട്ടിച്ചു, 30-ാം തീയതി ജപ്തിയാണ്, ഇനി ഒരു വഴിയും കാണുന്നില്ല, ഇറങ്ങിപ്പോണം, ഒരു കിടപ്പാടമില്ല, ഒന്നുമില്ല. ആ ഉണ്ടായിരുന്ന മുഴുവൻ വെച്ചിട്ട് ലോൺ എടുത്ത ജപ്തിയായി. ഒത്തിരി ഏക്കർ സ്ഥലമുണ്ട്, മുഴുവൻ ജപ്തിയായി പോയി. ഇനി ഒന്നും ചെയ്യാനില്ലാതെ കണ്ണുനീരും കൈയുമായിട്ടിരുന്നപ്പം ഒരു വാർത്ത വരിക, പത്രത്തിലൊരു വാർത്ത, റേഡിയോയിൽ കൂടി അവർ ആ വാർത്ത കേട്ടു. വാർത്ത ഇങ്ങനെയാ, ആ കാർഷിക ലോൺ എഴുതി തള്ളിയിരിക്കുന്നു, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം എഴുതിയിട്ട് കാർഷിക ലോണും അതിന്റെ പരസ്യം എഴുതി തള്ളിയിരിക്കുന്നു, 5 ലക്ഷം വരെയുള്ളത് എഴുതി തള്ളിയിരിക്കുന്നു, ഇനി നിങ്ങൾ അടയ്ക്കണ്ട. സത്യമാണോ എന്നറിയാൻ, സന്തോഷം ഉള്ളിൽ തിങ്ങിയിട്ട് സത്യമാണോ എന്നറിയാൻ വില്ലേജ് ഓഫീസിൽ പോയി ചോദിച്ചു. അവിടെ കിടക്കുന്ന അയാളുടെ ആധാരം കൂട്ടി, ലോണിന്റെ പേപ്പറും കിട്ടി, അവിടെ കിടക്കുന്നു, അതേ നിങ്ങളുടെ ഈ കടം എഴുതി തള്ളിയിരിക്കുന്നു. അതുമായിട്ട് ഓടി ബാങ്കിലേക്ക് ചെന്നിട്ട് ബാങ്ക് മാനേജരോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങളുടെ കടം എഴുതി തള്ളിയിരിക്കുന്നു. ഈ എഴുതി തള്ളിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹോപ്പ് കിടക്കുക. എല്ലാം നശിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് ഒരു ഹോപ്പ്, ഈ കടം എഴുതി തള്ളുമെന്നുള്ള ഹോപ്പ്. ഇവിടെ ഈ ലോകത്തിലെ ഒരു പ്രതീക്ഷയല്ല, മറിച്ച് ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നീ തകർന്നു പോകാതിരിക്കാൻ, ഈ ജീവിത യാത്രയ്ക്കകത്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് സകലവും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹോപ്പ് ഉണ്ടെന്ന് യേശു കർത്താവ് പറയുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്, ഒരൊറ്റ ഹോപ്പ്, നിനക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എന്നിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. നമ്മള് പ്രതീക്ഷകൾ അസ്തമിച്ച് സാഹചര്യങ്ങൾക്ക് മുൻപിൽ എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുമ്പം അവിടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്നിൽ വിശ്വസിപ്പീൻ. വിശ്വസിക്കാൻ ഒരിടമുണ്ട്. ആ 16-ാം അധ്യായം അവസാനത്തെ വാക്യം പറയുന്നേ, അതെ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിച്ചവനാ പ്രതീക്ഷയെ കുറിച്ച് പറയുന്നേ. അതുകൊണ്ട് നിങ്ങൾ ജയിക്കും. അതെ, നിങ്ങൾക്ക് എന്നെ അവർ പകച്ചു, നിങ്ങളെ ലോകം പകയ്ക്കും, പക്ഷെ പതറിപ്പോകരുത്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയുണ്ട്, ഇവിടെ തിരമാലകളുണ്ട്, കോളിളക്കമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയിച്ചവനാ പറയുന്നേ, എന്നിൽ വിശ്വസിപ്പീൻ. ഇതാ പ്രതീക്ഷ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പം ജീവിതത്തിന്റെ ഏത് സാഹചര്യമായാലും, എല്ലാം തകരപ്പെടും, എല്ലാം തീർന്നു പോകുന്ന സാഹചര്യം എന്ന് തോന്നിയാലും, ഇന്ന് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ വൈകിയ സമയത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിനക്കൊരു പ്രതീക്ഷയുണ്ട്. കർത്താവിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, യേശു കർത്താവിൽ വിശ്വസിപ്പീൻ. വിശ്വസിക്കുന്നവന്റെ മനസ്സുറച്ചിരിക്കും. വിശ്വസിക്കാം, ദൈവത്തിന്റെ മഹത്വം കാണും. പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്ന ഒരുവന് മഹത്വം കാണും. വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഈ മരത്തോട് കടലിൽ നട്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. അതിനൊരു ദീർഘവ്യാപകമായ ഒരർത്ഥമുണ്ട്, ഒരു ദൂരവ്യാപകമായ അർത്ഥമുണ്ട് അതിന്. വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ലജ്ജിച്ചു പോകാത്ത ഒരുവൻ മുഖത്തോടെ എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുക. അവിടെ തീരുകയല്ല, ഭവനമൊരുക്കാൻ പോകുക. ഞാൻ ഭവനമൊരുക്കിയിട്ട് നിങ്ങളെ വന്ന് എൻ്റെ അടുത്തിരുത്തും, എൻ്റെ അടുക്കലിരുത്തും. ഇതാ കർത്താവിൻ്റെ പ്രോമിസ്, അതാ കർത്താവിൻ്റെ വാഗ്ദത്തം. നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ കൊണ്ടിരുത്തും. ആ ഇരുത്തുന്നത് വരെ ഇവിടെ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടി റിസൾട്ട് വരുന്നവരെ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് പോലെ നിന്റെ വേദനയ്ക്ക്, നിന്റെ കഷ്ടതയ്ക്ക്, നിന്റെ പരിശോധനയ്ക്ക്, ഈ ടെസ്റ്റിന്, ഈ പരീക്ഷയ്ക്ക് നിനക്കൊരു റിസൾട്ട് ഉണ്ട്. ഒറ്റ കാര്യം ഇപ്പൊ ചെയ്താൽ മതി, എന്നിൽ വിശ്വസിക്കുക, യേശു കർത്താവിൽ വിശ്വസിക്കുക. ലോകത്തിൽ അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു. അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ
പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവരെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, മടുക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് വിശ്വസിപ്പീൻ. വിശ്വസിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഇവിടെ മാത്രമല്ല, പിതാവ് വിശ്വസിക്കുക. അടുക്കൽ കൊണ്ടിരുത്തും. ഞാൻ ഭവനം പണിയാൻ പോവുക, ഭവനം ഒരുക്കിയിട്ട് നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്ത് ഞാൻ ഇരിക്കുന്നിടത്തിരുത്തും. ആ പ്രത്യാശ ഉള്ളിലേക്കൊന്ന് നിറയട്ടെ. ലോകത്തിലെ കഷ്ടത്തെ ജയിച്ച ജയവീരനായ കർത്താവിന്റെ കൂടെ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒന്നുകൂടി ഈ വാക്യം ആവർത്തിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാര്യം യേശുവിൽ വിശ്വസിക്കുക. ഈ യേശു കൂടെയുണ്ട്, ആത്മാവ് കൂടെയുണ്ട്. പിതാവിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരെയും അങ്ങയുടെ നാമത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. സ്വർഗത്തിന്റെ കരം പ്രിയ കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കുന്നു. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. യേശു കർത്താവ് വിശ്വസിക്കട്ടെ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകയില്ല. ആത്മാവിൽ അങ്ങനെ തന്നെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്ത അധികാരത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്ത് ലോകത്തെ ജയിച്ച ജയവീരനായ യേശു അത് വിശ്വാസത്തിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഉപദ്രവം നേരിട്ട കർത്താവ് ആ കൂടെ നടക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ജീവിപ്പാൻ ആവശ്യം ദൈവകൃപ പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇടിക്കാൻ സ്തോത്രം. സകലമാനുഭവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.